ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് പിടിക്കാൻ തക്കവണ്ണമുള്ള പണി അടിത്തട്ടിൽ എന്തുമാത്രം എടുത്തിട്ടുണ്ട്? എല്ലാ വീടുകളിലും ഒരു കോൺഗ്രസ് വർക്കർ എത്തുക എന്ന് പറഞ്ഞാൽ ടച്ച് മെയിൻറ്റെയിൻ ചെയ്യാൻ അവർക്ക് പറ്റിയിട്ടുണ്ടോ? തദ്ദേശ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പാണ് കോൺഗ്രസ് ആ പണിയിലേക്ക് കടന്നിട്ടുള്ളൂ എന്നുള്ളത് വസ്തുതയാണ്. പക്ഷെ ഒരുപക്ഷെ കോൺഗ്രസിന് അതിന്റെ ഗുണം നിയമസഭയിലേക്കെങ്കിലും കിട്ടുമെന്ന് കോൺഗ്രസ് നേതാക്കൾ ഈ ഘട്ടത്തിൽ കരുതുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കോൺഗ്രസ് എല്ലാ കാലത്തും ഇപ്പൊ 2010 കോൺഗ്രസ് വലിയ നേട്ടമുണ്ടാക്കിയ തദ്ദേശ തെരഞ്ഞെടുപ്പ് കാലമാണെന്ന് എൻ്റെ ഒരു ഓർമ്മ. ആ സമയത്ത് കോൺഗ്രസ് ഇതേ പറയുന്ന പോലെ ടച്ച് ചെയ്ത പണി നടത്തിയിട്ടുണ്ടോ? ഇല്ല. കോൺഗ്രസിന് അതൊരു ഒഴുക്കിനൊപ്പം നീന്തുകയും അതിനൊപ്പം ചില സമവാക്യങ്ങൾ കൂടി കൂടിച്ചേരുകയും ചെയ്യുമ്പോഴാണ് കോൺഗ്രസ് വിജയിച്ച് കയറാറുള്ളത്. അത്തരം സമവാക്യങ്ങളെ വർക്ക് ചെയ്തെടുക്കാൻ അവർക്ക് എത്രത്തോളം കഴിഞ്ഞു എന്നതായിരിക്കും നിഷാദ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഫലം നൽകുന്നത്. ഒരു കാര്യം ഉറപ്പാണ്, LDFനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എല്ലാ തദ്ദേശ തെരഞ്ഞെടുപ്പ് കാലത്തും ഒരു മേൽക്കൈ ഉണ്ടാക്കാൻ കഴിയുന്ന നിഷാദ് സൂചിപ്പിച്ചതുപോലുള്ള സംഘടനാ സംവിധാനമുണ്ട്. അതുകൊണ്ട് തന്നെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മുന്നോട്ട് പോകാൻ അവർക്ക് ഈ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞോ എന്നതിനപ്പുറത്തേക്ക് കഴിഞ്ഞ തവണത്തേക്കാൾ നില മെച്ചപ്പെടുത്താൻ പോലും കഴിഞ്ഞാൽ അത് കോൺഗ്രസിനും UDFനും ഉണ്ടാക്കുന്ന ആത്മവിശ്വാസം വലുതാണ് എന്ന് തിരിച്ചറിഞ്ഞിട്ടുള്ള കോൺഗ്രസ് അല്ലെങ്കിൽ UDF ലെഫ്റ്റിന് മേലെ പോകണമെന്നില്ല, ഒരു ഹെൽത്തി നമ്പർ മെയിൻറ്റെയിൻ ചെയ്താൽ മതി. അവിടെ പോലും വന്നു കഴിഞ്ഞാൽ അത് ആ മുന്നണിക്ക് കിട്ടുന്ന ആത്മവിശ്വാസം വലുതായിരിക്കും. അവർ ആകർഷിക്കാൻ ശ്രമിക്കുന്ന മറ്റു ചില സാമൂഹ്യ ഘടകങ്ങൾ അടക്കമുള്ളവയുണ്ട്. കേരള കോൺഗ്രസിനെ പോലെ വിട്ടുനിൽക്കുന്നവരുണ്ട്. അവരെയൊക്കെ കൂടെ അടുപ്പിക്കാനുള്ള ഒരു ശക്തി ആ മുന്നണിക്ക് കിട്ടുമെന്നാണ് നേതൃത്വം. അപ്പോൾ UDFന്റെ ഒരു പോസിറ്റീവ് ഫാക്ടേഴ്സ് ആണ് സാജു പറഞ്ഞത്. എഡിറ്റർ, ഞാൻ ചോദിക്കുന്നത്, കോൺഗ്രസിനെ സംബന്ധിച്ച് നമുക്കറിയാമല്ലോ, അവർ കഴിഞ്ഞ കുറെ ബൈ ഇലക്ഷൻസ് വിജയിച്ചു വന്നതിന്റെ ഭയങ്കര ആത്മവിശ്വാസത്തിന്റെ ഒരു പഠനം നമ്മൾ കണ്ടതാണ്. ലോക്സഭാ ഇലക്ഷനിൽ അവർ 19 വൻ വിജയം നേടി. ഇപ്പോൾ VD സതീശന്റെ നേതൃത്വം, അതിന് ചുറ്റുമുള്ള അദ്ദേഹത്തിന്റെ കൂടെയുള്ള യുവനിര, ആ ഐക്യം എന്ന് പറയുന്നത് സമീപകാലത്ത് കേരളത്തിൽ കാണാത്ത ഒന്ന്. ഗ്രൂപ്പുകളുടെ കാലുഷ്യമില്ലാത്ത കാലം. അങ്ങനെ കോൺഗ്രസിനെ കുറിച്ച് കേരളത്തിലെ പൊളിറ്റിക്കൽ ആളുകൾക്ക് വലിയ തരത്തിലുള്ള ഒരു അഭിപ്രായം ഉണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കാൻ രാഹുൽ മാങ്കൂട്ടം പ്രശ്നം വരുന്നത്. ഞാൻ രാഹുൽ മാങ്കൂട്ടം പ്രശ്നത്തിന്റെ മെറിറ്റിലേക്കല്ല പോകുന്നത്, പക്ഷെ ആ പ്രശ്നം കോൺഗ്രസിനകത്ത് ഒരു കാലുഷ്യം ഉണ്ടാക്കിയില്ലേ? രാഹുൽ മാങ്കൂട്ടത്തിനെ പുറത്താക്കണമായിരുന്നു എന്ന് ചോദിക്കുന്ന ആൾക്കാർ, അതിന്റെ പേരിൽ നേതൃത്വത്തെ ആക്രമിക്കുന്നവർ, അതിന്റെ പേരിൽ ഭിന്നത പറയുന്ന ആൾക്കാർ. സത്യത്തിൽ രാഹുൽ എപ്പിസോഡ് കോൺഗ്രസിനകത്ത് ഉണ്ടായിരുന്ന ഒരു ഐക്യത്തിന്റെ, ഒരു ബോണ്ടിന്റെ, അതിന്റെ ഒരു പവറിനെ ഒന്ന് ഒലച്ചോ? ഉറപ്പായിട്ടും ഒലച്ചിട്ടുണ്ട്. അത് വളരെ വ്യക്തമാണ്. അവരത് ഒരു യോജിച്ച് അതിലൊരു നിലപാട് എടുക്കുന്നുണ്ട് എന്ന് വരുത്താൻ അവർ വളരെ വളരെ ശ്രമപ്പെടുന്നുണ്ട്. അതാണ്, അങ്ങനെ ശ്രമപ്പെടേണ്ട ഒരു വിഷയം അതിനകത്ത് ഉണ്ടാവുമായിരുന്നില്ല. ഗിവൺ ദാറ്റ് അവർ ആദ്യമേ എടുത്ത തീരുമാനത്തിന് എല്ലാവരുടെയും പിന്തുണയുണ്ട് എന്ന് തോന്നുന്നുണ്ട്. ഇപ്പൊ സസ്പെൻഡ് ചെയ്യാൻ പോട്ടെ, രാജിവെക്കുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം രാജിവെക്കുന്നു. അത് രാജിവെച്ചതല്ല, പാർട്ടി ആവശ്യപ്പെട്ടതാണ് എന്ന് പാർട്ടിക്ക് പറയാൻ കഴിഞ്ഞിട്ടുള്ളൂ, കർശനമായി പറയാൻ കഴിഞ്ഞിട്ടുള്ളൂ. ഇല്ല, അത് രാഹുൽ രാജിവെച്ചതാണ് എന്ന ധ്വനിയാണ് അന്ന് എന്തുകൊണ്ടാണത്? കാരണം ഈ കേസിൽ പൂർണ്ണമായിട്ടും രാഹുലിനെ തള്ളിപ്പറയാൻ പാടില്ല എന്നൊരു അഭിപ്രായമുള്ള വിഭാഗം കോൺഗ്രസിനകത്ത് ഉണ്ടായതുകൊണ്ടാണ്. ഉണ്ടായതുകൊണ്ട് എന്ത് സംഭവിച്ചു? അയാളിൽ നിന്ന് ഇന്നിപ്പോൾ പറയുന്നുണ്ട്, ഞങ്ങൾ രാജി എഴുതി വാങ്ങിയെന്ന്, ഞങ്ങൾ രാജി ആവശ്യപ്പെട്ടു എന്ന് ഇന്നിപ്പോൾ പറയുന്നുണ്ട്. അന്ന് അത് പറയാൻ കഴിഞ്ഞില്ല. അങ്ങനെ പറയാൻ കഴിയാത്തത് കൊണ്ട് എന്തുണ്ടായി? കോൺഗ്രസിനകത്ത് യോജിച്ച് ഒരു തീരുമാനം അയാളിൽ നിന്ന് രാജി ആവശ്യപ്പെടുക തന്നെയാണ് ചെയ്തത് എന്ന് പറയാനുള്ള ഒരു ആത്മവിശ്വാസം അന്ന് പാർട്ടിക്കില്ലാതെ പോയി. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? അടുത്ത 2 ഘട്ടത്തിലും അവരെടുത്ത തീരുമാനത്തെ അത് പ്രതിഫലിച്ചു. തെരുവ് യുദ്ധം അതാണ്. അതും കാര്യമായി അതിനെ പുറകോട്ടെടുപ്പ്. അവരെടുത്ത തീരുമാനം അന്തസ്സുറ്റൊരു തീരുമാനമാണ്, അക്കാര്യത്തിൽ സംശയമില്ല. ഏറ്റവും ഒടുവിൽ അത് ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് എടുക്കാൻ കഴിയുന്ന ഏറ്റവും ഗംഭീരമായ ഒരു തീരുമാനമാണ് എടുത്തത്. പക്ഷെ അതിൽ ഒറ്റക്കെട്ടാണ്. അതിന്റെ ഏറ്റവും ഒടുവിൽ അത് മറ്റൊരു തരത്തിൽ അടൂർ പ്രകാശിന്റെ ദിലീപ് കേസിലെ പ്രതികരണം, അതുപോലുള്ള കാര്യങ്ങൾ കൂടി വന്നപ്പോൾ ഇതെല്ലാം ചേർന്ന് അവർക്കിടയിൽ ഈ ഇത്തരം വിഷയങ്ങളിൽ ഒരു എന്താ പറയുക, ഒറ്റക്കെട്ടായ ഒരു നിലപാടല്ല ഉള്ളത്. മറിച്ച് ചില ഭാഗങ്ങളിലെങ്കിലും അത് കുറച്ച് സോഫ്റ്റ് ആണ് എന്ന്. അവിടെ VD സതീശൻ മാത്രമാണ് ഗംഭീരമായി ഇതിനോടൊപ്പം, ഈ നിലപാടിനോടൊപ്പം നിൽക്കുന്നത്. ബാക്കി എല്ലാവരും അദ്ദേഹവുമായിട്ട് ചെറിയ സ്വരച്ചേർച്ച ഇല്ലായ്മയിലാണ് എന്നുവരെ വാർത്തകൾ വന്നല്ലോ. ഓക്കെ, ഞാൻ പറഞ്ഞത് ഇതെല്ലാം പ്രവർത്തിക്കണമെന്നില്ല. പക്ഷെ ഞാൻ ചോദിക്കുന്ന ഒരു ഘടകം, ഇപ്പൊ പിണറായി വിജയൻ എന്ന് പറയുന്ന ഭയങ്കര ഒരു ടവറിംഗ് ഫിഗർ ആയിട്ടുള്ള ഒരു നേതാവിന്റെ കീഴിൽ വളരെ അച്ചടക്കത്തോടെയും ഒരുമയുടെയും ഉള്ള ഒരു വലിയ പട അപ്പുറത്ത് നിൽക്കുന്നു. അവരെ തോൽപ്പിക്കാൻ ഇപ്പുറത്തും ഒരു പ്രൊഫഷണൽ ആൻഡ് കരുത്തുള്ള സംഘം വേണമെന്ന് ജനം സാധാരണ ചിന്തിക്കുമല്ലോ. ഇപ്പൊ ഇന്ത്യൻ പൊളിറ്റിക്സിൽ അങ്ങനെയാണ്. മോദി, പിണറായി വിജയൻ, അല്ലെങ്കിൽ നമ്മൾ വിവിധ സംസ്ഥാനങ്ങളിൽ കാണുന്ന നേതാക്കൾ.
ഇവിടെ അങ്ങനെ പിണറായി വിജയനെ വീഴ്ത്താൻ നിങ്ങൾ പ്രൊഫഷണൽ ആണോ, നിങ്ങൾ പവർഫുൾ ആണോ, നിങ്ങൾ ബോണ്ടഡ് ആണോ എന്നൊക്കെയുള്ള ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ അതിന് ആൻസർ ഇല്ല എന്നൊരു പ്രശ്നം അല്ല. അതെ, ഒരു കാര്യമുണ്ട് നിഷാദ്. പക്ഷെ ഞാൻ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ കാര്യത്തിൽ ഈ പിണറായി വിജയന്റെ ടവറിംഗ് ഫിഗർ എന്നൊക്കെ നമ്മൾ പറയുന്നതും അതിന്റെ ഒരു പട ഇങ്ങനെ നിരന്നു നിൽക്കുന്നു വളരെ അച്ചടക്കത്തോടെ എന്ന് ഞാൻ കരുതുന്നില്ല. കാരണം വെച്ചാൽ അതിനകത്ത് ഇതുവരെ ഇല്ലാത്ത വിധത്തിൽ CPM-ൽ വിമതന്മാർ ഉണ്ടായിട്ടുള്ള ഒരു കാലമാണ്. മത്സര രംഗത്തേക്ക് വരികയോ ഒന്നുകിൽ വിമതരായി മത്സരിക്കുകയോ അല്ലെങ്കിൽ പാർട്ടി മാറിപ്പോയിട്ട് BJP-യിലും കോൺഗ്രസിലും മത്സരിക്കുന്ന സ്ഥിതി വരെ CPM-ലെ കൗൺസിലർമാർക്കിടയിൽ ഉണ്ടായ ഒരു കാലമാണ്. അതുകൊണ്ട് ആ ഒരു ഫിഗർ അതുകൊണ്ട് മാത്രം അവർ ഒറ്റക്കെട്ടാണ്, അവരെല്ലാം തികഞ്ഞ നിലയിലാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് എന്ന് കരുതാനേ വയ്യ.